മാപ്പ് ചോദിക്കുന്നോ ചന്തു? അടിമയായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം മാതൃഭൂമിക്ക് വേണ്ടി മരിക്കുന്നതാണ് നല്ലത്. നാം ഇവിടെ ജീവിക്കും. ഈ മണ്ണ് നമ്മുടെയാണ്. നേർക്കുനേർ പോരാടി ജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോൾ വെള്ളക്കാരൻ എന്നും പ്രയോഗിച്ച ആ പഴയ ആയുധം തന്നെയെടുത്തു: ചതി. സ്വന്തം ചോരയിൽ പിറന്ന ചിലരുടെ കുറ്റിക്കൊടുക്കലിൽ കാടിന്റെ ആ സിംഹം തലയ്ക്കൽ ചന്തു ഒടുവിൽ കെണിയിലകപ്പെട്ടു. 1805 നവംബർ മാസം കെട്ടുറപ്പുള്ള ആ കൈകളിൽ ഇരുമ്പ് മുദ്രകൾ പതിഞ്ഞു. ചെകുത്താന്റെ വില്ലേ എന്ന് വിളിച്ച് വെള്ളപ്പട്ടാളം ചന്തുവിനെ പനമരത്തെ കുന്നിൻ മുകളിലേക്ക് നടത്തിച്ചു. ചോരയൊലിക്കുന്ന ശരീരവുമായി നിൽക്കുമ്പോഴും ആ കണ്ണുകളിൽ മരണഭയമില്ലായിരുന്നു. പകരം അടിമത്തത്തോടുള്ള അടങ്ങാത്ത അമർഷവും മാതൃഭൂമിയോടുള്ള പ്രണയവും മാത്രമാണ് ജ്വലിച്ചു നിന്നത്. ആ കഴുമരത്തിന് മുന്നിൽ വെച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അവനോട് ചോദിച്ചു: മാപ്പ് ചോദിക്കുന്നോ ചന്തു? ഒരു പരിഹാസച്ചിരിയോടെ ചന്തു ആകാശത്തേക്ക് നോക്കി. അടിമയായി ജീവിക്കുന്നതിനേക്കാളും ഭേദം മാതൃഭൂമിക്ക് വേണ്ടി മരിക്കുന്നതാണെന്ന് ആ വീരപുത്രൻ വിളിച്ചു പറഞ്ഞു. പനമരത്തെ വലിയൊരു കാട്ടുപാതയിൽ ആ കഴുക്കോൽ മുറുകുമ്പോൾ വയനാടൻ കാടുകൾ നിശബ്ദമായി വിതുമ്പി. തലയ്ക്കൽ ചന്തു മരിച്ചിട്ടില്ല. ചരിത്രത്തിന്റെ താളുകളിൽ ആ പേര് പലരും മറന്നുപോയെങ്കിലും വയനാടൻ കാറ്റിന് ഇന്നും ആ പേര് സുപരിചിതമാണ്. ഓരോ കുറിച്ച അമ്പിലും ഇലയനക്കങ്ങളിലും ചന്തുവിന്റെ ശ്വാസമുണ്ട്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ ആ ധീര യോദ്ധാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കോടി പ്രണാമങ്ങൾ. ജയ് ഹിന്ദ്.